വയനാട്ടിലേക്കാണ്. അവിടെ ആ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് എങ്ങനെ എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസമാണ്. നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ദൃശ്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. 400-ലധികം മനുഷ്യരുടെ ജീവനെടുത്ത 3 ഗ്രാമങ്ങളെ നാമാവശേഷമാക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് ഒരു പ്രദേശമാകെ വെള്ളവും ചെളിയും കൊണ്ട് മൂടുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചൂരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്ത്, എങ്ങനെയാണ് ആ നാടിന് ഉരുൾ വിഴുങ്ങിയത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, തീർച്ചയായും വളരെ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതായത് എങ്ങനെയാണ് ഈ ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിലേക്കുള്ള വഴി എങ്ങനെ എന്നുള്ളത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചൂരൽമലയിലെ 2 കടകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഒന്ന് വെള്ളാർമല സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള അഷറഫ് എന്നയാളുടെ കടയിലെ CCTV ദൃശ്യങ്ങൾ. മറ്റൊന്ന് അല്പം ഏതാണ്ട് ഒരു 20 മീറ്റർ അപ്പുറത്ത് മാറിയുള്ള നിഷാദ് എന്നു പേരുള്ള ആളുടെ കടയിലെ ബേക്കറിയാണ്. അതിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഈ 2 കടയിലും സംഭവിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടം. അതായത് 60 ലക്ഷത്തോളം രൂപയുടെ ഉപകരണങ്ങളാണ് ഈ നിഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ള ലൈമ എന്ന് പറയുന്ന ബേക്കറിയിലാണ് ഈ വെള്ളം കയറിയത്. അതായത് വെള്ളവും ചെളിയും എല്ലാം തന്നെ ഇരച്ച് കയറുകയാണ്. ഒപ്പം തന്നെ അവിടെ ഈ ബോർമ ഉൾപ്പെടെ, അതായത് ബേക്കറിയിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആ ബോർമയടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ആ കടയിൽ മാത്രം സംഭവിച്ചിരിക്കുന്നത്. 60 ലക്ഷം രൂപയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് നിഷാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അഷറഫിൻ്റെ കടയിലും സമാനമാണ്. അത് വെള്ളാർമല ഇപ്പോൾ ബെയിലി പാലം, നേരത്തെ ചുരൽമല പാലമായിരുന്നു, ആ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ആ പാലം നേരെ എത്തുന്നത് ഈ കടയുടെ മുന്നിലേക്ക് തന്നെയാണ്. ചുരൽമല ഒത്ത ജംഗ്ഷനിലുള്ള കടയാണ് ഈ അഷറഫിൻ്റെ കട. അതായത് ചുരൽമലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും എല്ലാം ആവശ്യമുള്ള എല്ലാം ആ കടയ്ക്കകത്തുണ്ടായിരുന്നു. ആ കടയിലെ വസ്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായും നശിക്കുന്ന വിധത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതിൽ എല്ലാ വസ്തുക്കളും ഒഴുകി പരന്നു നടക്കുന്ന, അതായത് ഘട്ടഘട്ടമായി വെള്ളം കയറി പിന്നീട് അതൊരു വലിയ രീതിയിലുള്ളൊരു വെള്ളത്തിൻ്റെ വരവ്, ചെളിയും പാറയും കല്ലും എല്ലാം തന്നെ വന്നടിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ്. നടുങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ അത്രമാത്രം വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ് സംഭവിച്ചതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ, കൃത്യമായ രീതിയിൽ തന്നെ അത് തെളിയിക്കുന്ന വിധത്തിലാണ് ആ ദൃശ്യങ്ങൾ ഉള്ളത്. എന്തായാലും അവിടെ 20 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കടയുടമയായ അഷറഫും പറയുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടം ഈ ചൂരൽമല ജംഗ്ഷനിൽ മാത്രമുള്ള വ്യാപാരികൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള വ്യാപാര സംഘടനകൾ വ്യക്തമാക്കുന്നത്. ഇതിന് കൃത്യമായ രീതിയിലൊരു പരിഹാരം, ഇങ്ങനെ നഷ്ടം വന്ന ഒരുപാട് പേർ വായ്പയെടുത്തും മറ്റും ഒക്കെയാണ് ഇത്തരത്തിൽ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു പോയിരുന്നത്. ഇതിലെല്ലാം തന്നെ ഒരു കൃത്യമായൊരു നടപടി വേണം, ഇതിൽ കൃത്യമായൊരു ഇളവ് വേണം, ഒരു സംരക്ഷണം സർക്കാരിൻ്റെ കരുതൽ ആവശ്യമുണ്ട് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഈ വ്യാപാരികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ മുകളിലെ മുണ്ടക്കൈയിലെ റിസോർട്ടുകളിലെ അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 2 കടകളിലെ ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് ഭയാനകമായ രീതിയിൽ തന്നെ എത്രമാത്രം ഈ ദുരന്ത വ്യാപ്തി വ്യക്തമാക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പൂർണ്ണമായും ഷട്ടറെല്ലാം തകർത്തുകൊണ്ടാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ആ മലവെള്ളപ്പാച്ചിൽ എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ. ഇപ്പോൾ ഈ
ശുചീകരണം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുമുള്ള സഹായങ്ങൾ ഇവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. കാരണം പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ മേഖലയിലെ ആളുകൾ തന്നെ. ഈ വ്യാപാരികൾ മാത്രമല്ല, മറ്റിടങ്ങളിലുള്ള ആളുകളും ഈ ദുരന്തത്തിൻ്റെ ഇരകളായ ആളുകളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. സർക്കാരിൻ്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ വേണം, സന്നദ്ധ സംഘടനകളുടെ സഹായം വേണം. മാത്രമല്ല പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങളും ഈ നാട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ ദീർഘകാലത്തിന് ശേഷം ഇന്ന് ഈ ബാധിക്കാത്ത, അതായത് ചൂരൽമലയിലെ പലരും ക്യാമ്പുകളിലായിരുന്നു, പല വീടുകളിലും ഇന്ന് വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു പ്രതീക്ഷ പകരുന്ന ഒരു കാര്യമാണ്. ചില വീടുകളിലെങ്കിലും ഇന്ന് വെളിച്ചം തെളിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിൽ. അതായത് ദുരന്തം ബാധിക്കാത്ത ഇടങ്ങളിലെ ആളുകളും ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ വീടുകളിലെല്ലാം തന്നെ ഇന്ന് വെളിച്ചം വന്നിട്ടുണ്ട്. അതായത് അവർ ക്യാമ്പുകളിൽ നിന്ന് ഇവിടേക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു കാഴ്ചയ്ക്കും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ കനത്ത മഴയായിരുന്നു ഈ ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈ മേഖലയിലും എല്ലാം തന്നെ. പ്രത്യേകിച്ച് തെരച്ചിൽ കാര്യമായ രീതിയിൽ തന്നെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും പങ്കുവയ്ക്കാനുള്ള. തെരച്ചിൽ ഏതാണ്ട് നിലച്ച മട്ടാണുള്ളത്. സന്നദ്ധ സംഘടനകൾ ഇനി ഏതാനും പ്രവർത്തകർ മാത്രമാണ്, വിവിധ സംഘടനകളുടെ ഏതാനും പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇനി വേണ്ടത് കരുതൽ നടപടികളാണ്, ആശ്വാസ നടപടികളാണ്. അത് വേഗത്തിൽ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ തേടുന്നുണ്ട് ചൂരൽമലക്കാർ. എന്തായാലും മുണ്ടക്കൈയിലും ഉൾപ്പെടെയുള്ള ഈ ദുരിതം ബാധിച്ച മനുഷ്യർക്ക് വേണ്ട ആശ്വാസ നടപടികളിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടതുണ്ട്. അത്തരം ഇടപെടൽ തേടുകയാണ്, സർക്കാരിന്റെ മുമ്പാകെ തേടുകയാണ് ഈ നാട്ടുകാർ. സുജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നടുക്കുന്ന CCTV ദൃശ്യങ്ങൾ, ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.